ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കപ്പലണ്ടി മിഠായിയുടെ റെസിപ്പി വീഡിയോ ആണ്. അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പിന്നെ ഇത് എൻ്റെ വേർഷനാണ്, ഞാൻ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ശർക്കര നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക കൺസിസ്റ്റൻസി, അതായത് നമ്മളത് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ വെള്ളത്തിൽ ഡ്രോപ്പായിട്ട് ഇറ്റിച്ച് നോക്കണം. അപ്പോൾ അതങ്ങനെ ഡ്രോപ്പായിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ അതാണ് ആ ശർക്കരയുടെ പരുവം. ഞാനിവിടെ 1 കിലോ കപ്പലണ്ടി മേടിച്ച് വെച്ചെങ്കിൽ അതൊരു 3/4 കിലോ ആയിട്ടുണ്ട്. ഞാനും പിള്ളേരും എല്ലാം ടേസ്റ്റ് ചെയ്ത് 3/4 കിലോയെ കാണത്തുള്ളൂ. ഇപ്പം അതിൻ്റെ കൂടെ ഏകദേശം ഒരു 3/4 കിലോയോളം ശർക്കരയും എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു 3 ഏലക്ക പൊട്ടിച്ചിട്ട് അത് ഞാൻ പറഞ്ഞ ആ കൺസിസ്റ്റൻസി ആവുന്നത് വരെ അടുപ്പേ കിടന്ന് നല്ലതുപോലെ പറ്റണം. ഞാനൊരു ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിച്ചതുകൊണ്ട് കുറച്ച് അധികം നേരം പറ്റിക്കേണ്ടി വന്നു. നിങ്ങളിത് കാണുമ്പം വളരെ കുറച്ച് സമയമുള്ളൂ, ഞാൻ സ്പീഡ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ഡ്രോപ്പായിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന പരുവമാണ് കറക്റ്റ്. ഇത് ഈ പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ഒഴിച്ചാൽ മതി. ഞാനിവിടെ മക്കൾക്ക് കൊടുക്കാനായതുകൊണ്ട് കുറച്ചധികം നെയ്യ് ഒഴിക്കുന്നുണ്ട്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ജോലി കൂടുതലായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ സ്നാക്സ് ചോദിക്കുമ്പോൾ ഇതെടുത്ത് കൊടുക്കാം. പിന്നെ ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ബിസ്ക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വില ഉണ്ടാകുന്ന സാധനമാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഓവറായിട്ട് കൊടുക്കാനും പറ്റത്തില്ല. 3 പേർക്കും ഞാനങ്ങനെ കൊടുക്കത്തില്ല. പിന്നെ ഇതിപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടിപ്പോയിട്ടാണ് ഞാൻ ഇട്ടത്. അത് ആ പാത്രത്തിൽ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നല്ല ബുദ്ധിമുട്ടാണ് അത് മിക്സ് ചെയ്യാൻ. കാരണം അത് നല്ല ടൈറ്റായി വരും പെട്ടെന്ന്. കപ്പലണ്ടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നല്ലതുപോലെ ഇളക്കി അത് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടിഭാഗം പിടിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നെയ്യോ ബട്ടറോ എന്തെങ്കിലും തേച്ച് വെച്ചേക്കുന്ന ഒരു ഫോയിൽ പേപ്പറിലോ, ഞാനിപ്പോൾ ഇവിടെ വാഴയിലയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിനകത്തോ ഇട്ടതിന് ശേഷം നന്നായിട്ട് പരത്തി കൊടുക്കണേ. ഞാനിത് സെക്കൻഡ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം ഞാനിത് ട്രൈ ചെയ്തപ്പോഴത്തേക്കും നമ്മളൊരു സ്റ്റീൽ പാത്രത്തിനകത്ത് ജസ്റ്റ് ഇത് തട്ടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുത്ത്. പക്ഷേ അന്നേരം അത് താഴേന്ന് ഇളകി വരാൻ, അടിഭാഗം നല്ലപോലെ അതുമായിട്ടങ്ങ് സെറ്റായിട്ട് ഇളകി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി നെയ്യോ ബട്ടറോ തൂക്കണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പം അതുകൊണ്ട് വാഴയിലയാണ് എടുത്തേക്കുന്നത്. അതിനകത്താകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ എളുപ്പമുള്ളത് കൊണ്ട് ഞാൻ വാഴയിലയിലാണ് ഇത് പരത്തി എടുക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അടുപ്പ് ഓഫ് ചെയ്താൽ പെട്ടെന്ന് തട്ടിയിട്ട് പരത്തിക്കണം. കാരണം പെട്ടെന്ന് അങ്ങ് ടൈറ്റ് ആവും, ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് നമുക്കത് പരത്തിയെടുക്കാൻ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എന്താണ് എല്ലാവരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചുമ്മാ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവുന്നെങ്കിലോ. അപ്പോൾ ഞാനും 2025 കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഹെൽത്താണ്. ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1 മാസം കഴിഞ്ഞിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഇത് ഞാൻ പരത്തിയിട്ട് അതിൻ്റെ കട്ടി അങ്ങോട്ട് കുറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇക്കായെ കൊണ്ടൊക്കെ പരത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നല്ല അങ്ങ് ടൈറ്റായി. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഇക്കായെ കൊണ്ടൊക്കെ ഇതാക്കി. ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് നാറി സെറ്റായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല, അതായത് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും ക്രിസ്പി അല്ലെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സാധനം കിട്ടി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഏലക്കയുടെയും നെയ്യുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.